നമസ്കാരം. സോഷ്യൽ മീഡിയയിലും സജീവമായ രേണു അടുത്തിടെയായി കടുത്ത വിമർശനമാണ് സോഷ്യൽ മീഡിയ വഴി ഏറ്റുവാങ്ങുന്നത്. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ ദാസേട്ടൻ കോഴിക്കോടിനൊപ്പം റൊമാൻറ്റിക് റീലിൽ അഭിനയിച്ചു എന്നതാണ് പ്രധാന കാരണം. കൂടാതെ ബോഡി ഷെയ്മിംഗ് കമന്റുകളും രേണുവിന് ലഭിക്കുന്നുണ്ട്. ഇപ്പോഴിതാ തന്റെ ശരീരത്തെ പരിഹസിച്ചും ചീത്ത വിളിച്ചും വരുന്ന കമന്റുകൾക്കുള്ള മറുപടി മഴവിൽ കേരളത്തിന് നൽകിയ പുതിയ അഭിമുഖത്തിൽ നൽകിയിരിക്കുകയാണ് രേണു. അസഭ്യ കമന്റായി കുറിക്കുന്നവരെ നിയമപരമായി നേരിടാനാണ് രേണുവിന്റെ തീരുമാനം. സുധിയുടെ മൂത്ത മകൻ കിച്ചുവിനെ പുതിയ വീട്ടിൽ നിന്നും പുറത്താക്കിയോ എന്ന കമന്റുകളും രേണു പ്രതികരിച്ചു. സുധിച്ചേട്ടന്റെ 2 മക്കളും എന്റെ മക്കൾ തന്നെയാണ്. ഋതുലിനേക്കാൾ മുൻപ് എന്നെ അമ്മയെന്ന് വിളിച്ചത് കിച്ചു ആണ്. അവൻ കഴിഞ്ഞിട്ട് മാത്രമേ ഋതുലിനോട് സ്നേഹമുള്ളൂ. എനിക്ക് ഇതൊന്നും നാട്ടുകാരെ പറഞ്ഞ് ബോധിപ്പിക്കേണ്ട കാര്യമില്ല. എന്റെ പേരിലല്ല പുതിയ വീടെന്ന് പല ആവർത്തി അഭിമുഖങ്ങളിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. വീട് വെച്ച് തന്നവരും ഇക്കാര്യം പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. പിന്നെ എങ്ങനെയാണ് ഞാൻ കിച്ചുവിനെ അടിച്ചിറക്കുമെന്ന് ഇവർക്ക് പറയാൻ കഴിയുന്നത്? എന്നെ കമന്റ്സിൽ വന്ന് പലരും തെറി വിളിക്കുന്നുണ്ട്. അതെനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത കാര്യമാണ്. എനിക്ക് കെട്ടിയോനില്ലാത്തത് കൊണ്ടാണ് ഇവരൊക്കെ പച്ചയ്ക്ക് എന്നെ തെറി വിളിക്കുന്നതെന്ന് എനിക്കറിയാം. എനിക്ക് ഉത്തരവാദിത്തപ്പെട്ട ആരുമില്ലെന്ന് കരുതിയാണ് അവർ ഇങ്ങനെ ചീത്ത വിളിക്കുന്നത്. ഇവരിൽ ഒരാളെയെങ്കിലും ഞാൻ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന് രേണു പറഞ്ഞു. ബിക്കിനി ഷൂട്ട് ചെയ്യുന്നവർ നമുക്കിടയിലുമുണ്ടല്ലോ. പ്രധാനപ്പെട്ട ആളുകളൊക്കെ ചെയ്യാറില്ലേ? അവരോട് ആരോടും ഇല്ലാത്ത പ്രശ്നമാണ് എന്നോട് ഇവർ നീക്കുന്നത്. ബിക്കിനി ഷൂട്ട് ചെയ്യുന്നവരെ മലയാളികൾ കമന്റിലൂടെ ഒന്നും പറയുന്നില്ലല്ലോ. ബിക്കിനി ഫോട്ടോഷൂട്ട് തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്. എന്തിടണം എന്തിടണ്ട എന്നത് അവനവന്റെ ഇഷ്ടമാണ്. ഞാനൊരു റീൽ ചെയ്യുന്നത് ഇത്ര വലിയ പാതകമാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. നെഗറ്റീവ് കമന്റ് എനിക്ക് കുഴപ്പമില്ല. പക്ഷേ തെറിയാണ് പലരും വിളിക്കുന്നത്. ഏത് സോങ്ങിന് റീൽ ചെയ്യണമെന്ന് ഞാനല്ലേ തീരുമാനിക്കുന്നത്? ഇതൊക്കെയാണ് രേണു ഇപ്പോൾ പറയുന്നത്. നാടകത്തിൽ ഞാൻ അഭിനയിക്കുന്നത് അത് എന്റെ പ്രൊഫഷൻ ആയതുകൊണ്ടാണ്. മക്കളെ പോറ്റാൻ വേണ്ടിയാണ്. വൈറൽ പിടിക്കുന്നത് അഭിനയത്തിന്റെ ഭാഗമാണ്, അല്ലാതെ ജീവിതമല്ല. ഇന്റിമേറ്റ് സീനിൽ അഭിനയിക്കേണ്ടി വന്നാൽ ഞാൻ ഇനി അഭിനയിക്കുമെന്നാണ് രേണു വ്യക്തമാക്കുന്നത്. എന്നാൽ ഇതൊക്കെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നതും. അപ്പോൾ പിന്നെ ഇനി അടുത്ത രേണുവിനെ ബിക്കിനിയിൽ തന്നെ കാണാമല്ലോ എന്നൊക്കെയാണ് ചോദ്യങ്ങൾ ഉയരുന്നത്. പ്രശ്നം ഇതൊന്നുമല്ല. ചില പാപ്പരാസികൾ വീണ്ടും ചില പ്രശ്നങ്ങൾ രേണു സുധിക്കെതിരെ ഉയർത്തുന്നുണ്ട്. ഇതിന്റെ നിയമ നടപടികൾക്കെതിരെ ഉയരുമോ എന്നാണ് കണ്ടറിയേണ്ടത്.